എന്താണ് ജെഫ്രി എസ്റ്റിൻ ഫയൽ? നമ്മളിൽ പലരും ഇതിനെപ്പറ്റി കേൾക്കുന്നത് അമേരിക്കൻ നീതിന്യായ വകുപ്പ് അവിടത്തെ കൊടും കുറ്റവാളിയായ എസ്റ്റിൻ ഫയലിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞപ്പോഴാണ്. ഈ ജെഫ്രി എസ്റ്റിൻ എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഒരു കൊടും ലൈംഗിക കുറ്റവാളിയാണ്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ അടക്കം അദ്ദേഹത്തിന്റെ സ്വകാര്യതയ്ക്കും രാഷ്ട്രീയക്കാർക്കും സെലിബ്രിറ്റികൾക്കും കാഴ്ചവെച്ചു എന്നതാണ് കുറ്റം. 2019 ഈ കേസ് നടക്കുന്നത്. വിചാരണ വേളയിൽ ദുരൂഹ സാഹചര്യത്തിൽ ജെഫ്രി എസ്റ്റിൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ എസ്റ്റിൻ ഫയലിൽ ഏതൊക്കെ നേതാക്കന്മാരുടെ പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് ആദ്യത്തെ ചോദ്യം. അതിൽ ട്രംപിന്റെ പേരുണ്ട്, ബിൽ ഗേറ്റ്സിന്റെ പേരുണ്ട്, ബിൽ ക്ലിന്റന്റെ പേര് വരെ ഇതിൽ പരാമർശിക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2017 ജൂലൈയിലാണ് ഇസ്രായേലിനെ സന്ദർശിച്ചത്. ഇസ്രായേലിന് സന്ദർശനം നടത്തിയത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണെന്നും അവിടെ ആടിപ്പാടി തന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചെന്നും പറയുന്നുണ്ട്. ഇതാണ് എസ്റ്റിൻ ഫയലിലെ ചില ഇമെയിലുകളിൽ പറയുന്നത്. അങ്ങനെ അതിപ്പോൾ വിവാദമായിരിക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും കൊടും ലൈംഗിക കുറ്റവാളിയായിട്ടുള്ള ബന്ധം തുടങ്ങിയവ ഇപ്പൊ വൻ വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേലിൽ പോയിട്ടുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അംഗീകരിക്കുന്നുമുണ്ട്. ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിയുടെ വാക്ക് നിലനിൽക്കില്ല എന്നും പറയുന്നുമുണ്ട്.